നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കം ചെന്ന ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ് ഊരാളുങ്കൽ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം ഇന്ന് പക്ഷേ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന സ്ഥാപനം കൂടിയാണ്. CPM നേതാക്കളാണ് ഊരാളുങ്കലിനെ നിയന്ത്രിക്കുന്നതെന്നും CPM നേതാക്കളുടെ കള്ളപ്പണം സൂക്ഷിക്കുന്ന പെട്ടി കാക്കുന്നത് ഊരാളുങ്കലാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ സ്ഥാപനത്തിനെതിരെ പല ഘട്ടങ്ങളിലായി ഉയർന്ന ആരോപണങ്ങൾ ഇതിന്റെ വിശ്വാസ്യതയെ ഇടിച്ചിട്ടുണ്ട്. ഊരാളുങ്കലിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ MLA PV അൻവർ. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് CPM ഊരാളുങ്കൽ ചേർന്ന് നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ആദ്യകാലങ്ങളിൽ തൊഴിലാളികളുടെ ഒരു പ്രസ്ഥാനമായിരുന്ന സ്ഥാപനം ഇപ്പോൾ അദാനിയേക്കാൾ വലിയ കോഓപ്പറേറ്റീവായി. CPMന്റെ പ്രധാന സ്പോൺസറായി ഊരാളുങ്കൽ മാറുകയാണ്. ഊരാളുങ്കലിന് എല്ലാ കരാറുകളിലും സർക്കാർ 10% ഫ്രീലാൻസ് നൽകിയിരിക്കുകയാണ്. കൂടാതെ കുറഞ്ഞത് 25% പ്രോഫിറ്റ് മാർജിൻ കണക്കാക്കിയാൽ തന്നെ 35% ആനുകൂല്യമാണ് കമ്പനിക്ക് ലഭിക്കുന്നത്. ഇത് മറ്റ് കരാറുകാരോട് കാട്ടുന്ന അനീതിയാണ്. കരാറുകാരും അവരെ ആശ്രയിക്കുന്ന ജീവനക്കാരും ഇത് കാരണം ബുദ്ധിമുട്ടുകയാണ്. പലരും കരാർ മേഖല വിട്ട് മറ്റു മേഖലയിലേക്കും തിരിയുകയാണ്. ഊരാളുങ്കലാവട്ടെ ഖജനാവ് കൊള്ളയടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ടെൻഡർ ഇല്ലാതെ പോലും സർക്കാർ കരാറെടുക്കുവാൻ ഊരാളുങ്കലിന് കഴിയുമെന്ന അവസ്ഥ വലിയ അഴിമതിക്ക് വഴിവെക്കുന്നുണ്ട്. വൻതുകയ്ക്ക് കരാർ എടുത്ത ശേഷം നിസ്സാര തുകയ്ക്ക് ഊരാളുങ്കൽ സബ് കോൺട്രാക്ട് നൽകുന്നത് വഴി സർക്കാരിന് നഷ്ടമാകുന്നത് കോടികളാണ്. തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്ന കമ്പനിയാണെന്ന് പറയുമ്പോഴും ഒരു നിയന്ത്രണവുമില്ലാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ എത്തിച്ചാണ് ഊരാളുങ്കൽ കരാർ ജോലികൾ ചെയ്യിക്കുന്നത്. വയനാട് ദുരന്ത ബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതലയും ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. വൻ അഴിമതിയാണ് ഇവിടെ നടക്കുന്നതെന്നും PV അൻവർ ആരോപിക്കുന്നുണ്ട്. സ്ക്വയർ ഫീറ്റിന് 6000 രൂപയാണ് ഊരാളുങ്കൽ ഇവിടെ വീടുകൾ പണിയുന്നതെന്നും 1000 മുതൽ 1500 രൂപ നിരക്കിൽ നിർമ്മിക്കാവുന്ന കെട്ടിടങ്ങളാണിതെന്നും അദ്ദേഹം പറയുന്നു. മലയോര ഹൈവേ നിർമ്മാണത്തിലും കോടികളുടെ അഴിമതി നടക്കുന്നുണ്ട്. റോഡ് വികസനത്തിന്റെ പേരിൽ കമ്പനി മരംകൊള്ള നടത്തുന്നതായും ആരോപണം ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പവകാശം നൽകുന്ന വഴി ദേവസ്വം ബോർഡിന്റെ പണവും ഊരാളുങ്കലിന് കൊള്ളയടിക്കാൻ അവസരം നൽകുകയായിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്ന ക്രമക്കേടാണ് കണ്ടെത്തിയതെന്നും ഭരണപക്ഷത്തിന്റെ മൗനാനുവാദത്തോടെയുള്ള ഖജനാവ് കൊള്ളയടിക്കലാണെന്നും PV അൻവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നടക്കാത്ത ബജൻസിന്റെ പേരിൽ മാത്രം തട്ടിയെടുക്കുവാൻ ശ്രമിച്ചത് 8 ലക്ഷം രൂപയാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഗുരുതര ആരോപണങ്ങളാണ് ഊരാളുങ്കലിനെതിരെ PV അൻവർ നടത്തിയിരിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ ഖജനാവിൽ നിന്ന് ചോരുന്നുണ്ട്. PWD ഉദ്യോഗസ്ഥർക്ക് പോലും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നു എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. 100 കൊല്ലത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനത്തിന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളോട് നീതികേട് കാട്ടി ഇനിയും സർക്കാർ ആനുകൂല്യങ്ങൾ തുടരണോ എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.